ഒരു രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് വെറും ഒരു ഭരണകൂടം മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും കൂടിയാണ്. നമ്മുടെ രാജ്യം അടുത്ത 10-15 വർഷം എങ്ങനെ മുന്നോട്ട് പോകണം, ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, വരും തലമുറയുടെ വികസനം എന്തൊക്കെയായിരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ഏറ്റവും നിർണായകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതെ, നീണ്ട 15.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കോവിഡ് മഹാമാരി വരുത്തിവെച്ച പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് രാജ്യം പുതിയ സെൻസസിലേക്ക് പോവുകയാണ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലാണ് ഇത്തവണ കണക്കെടുപ്പുകൾ നടക്കുന്നത്. നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ തെറ്റായ വിവരമോ അല്ലെങ്കിൽ ഒരു ചെറിയ അശ്രദ്ധയോ നിങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ അവകാശങ്ങളെയും രാജ്യത്തിന്റെ വികസന പദ്ധതികളെയും നേരിട്ട് ബാധിച്ചേക്കാം. റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ മുതൽ നിങ്ങളുടെ നാട്ടിലെ റോഡും ആശുപത്രിയും വരെ തീരുമാനിക്കുന്നത് ഈ കണക്കെടുപ്പിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ വാർത്തയല്ല. ഓരോ ഇന്ത്യൻ പൗരനും അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ഏറ്റവും വലിയ ദേശീയ ഉത്തരവാദിത്വം കൂടിയാണിത്. വളരെ ഗൗരവത്തോടെ കാണേണ്ട ഈ ഒരു വിഷയത്തിലെ എല്ലാ വശങ്ങളും, ഈ ഡിജിറ്റൽ സെൻസസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിയമങ്ങളും ഈ വീഡിയോയിലൂടെ നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. ഒരൊറ്റ സെക്കൻഡ് പോലും സമയം പാഴാകാതെ പൂർണ്ണമായി നിങ്ങൾ വീഡിയോ കാണുക. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. ചരിത്രത്തിൽ ആദ്യമായി നിങ്ങളുടെ വീട്ടുവിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും നിങ്ങളുടെ മൊബൈലിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ നിങ്ങൾക്ക് തന്നെ നേരിട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കാം. ഇതാണ് സെൽഫ് എന്യൂമറേഷൻ. 2027 ഫെബ്രുവരിയിലാണ് രാജ്യത്ത് ഡിജിറ്റൽ സെൻസസ് നടപ്പിലാക്കാൻ പോകുന്നത്. എന്നാൽ അതിന് മുന്നോടിയായി ഈ വരുന്ന ജൂൺ 16 മുതൽ 30 വരെ പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള പോർട്ടൽ കേന്ദ്ര സർക്കാർ തുറക്കുകയാണ്. ഇത് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ വളരെ ലളിതമാണ്, എന്നാൽ അതീവ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നുകൂടിയാണ്. ആദ്യം തന്നെ നിങ്ങൾ sc.census.gov.in എന്ന പോർട്ടലിൽ പ്രവേശിക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ നൽകി OTP വെരിഫിക്കേഷനിലൂടെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. ലോഗിൻ ചെയ്ത ശേഷം കുടുംബനാഥൻ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളുടെയും വിവരങ്ങൾ അടങ്ങുന്ന 34 ചോദ്യങ്ങളുള്ള ഒരു ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ വീടിൻ്റെ സ്ഥാനം മാപ്പിൽ കൃത്യമായി അടയാളപ്പെടുത്തണം എന്നുള്ളതാണ്. സംസ്ഥാനം, ജില്ല, പിൻകോഡ്, വില്ലേജ്, വാർഡ്, സ്ട്രീറ്റ്, അതുമല്ലെങ്കിൽ ലാൻഡ്മാർക്ക് എന്നിവയൊക്കെ നൽകിയതിന് ശേഷം മാപ്പിൽ കാണുന്ന പ്ലസ് ചിഹ്നം നിങ്ങളുടെ വീടിന് മുകളിൽ കൃത്യമായി വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ഉറപ്പാക്കാം. നിങ്ങൾ വിവരങ്ങളെല്ലാം ഓൺലൈനായി നൽകി സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 11 അക്ക താൽക്കാലിക റഫറൻസ് നമ്പർ SMS ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടോ ഒക്കെ ലഭിക്കും. ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പിന്നീട് സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട് സന്ദർശിക്കുന്ന സമയത്ത് ഈ റഫറൻസ് നമ്പർ മാത്രം കാണിച്ചാൽ മതിയാവും. അവർ തങ്ങളുടെ ഡിവൈസിലേക്ക് ഈ നമ്പർ സിങ്ക്രണൈസ് ചെയ്ത ശേഷം നിങ്ങളുടെ വിവരങ്ങൾ ഉറപ്പാക്കും. ഇനി നിങ്ങൾക്കിതിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ അത് അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് തിരുത്തുവാനും സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില നിയമവശങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായി, ഇത് എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ചെയ്യാൻ സാധിക്കാത്തവരുടെ വീടുകളിൽ ജൂലൈ 1 മുതൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. രണ്ടാമതായി, ഹോസ്റ്റലുകൾ, ഹോട്ടലുകൾ, ആശുപത്രികൾ, ബാരക്കുകൾ, ജയിലുകൾ എന്നിവയിൽ താമസിക്കുന്നവർക്ക് ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർ നേരിട്ട് മാത്രമേ ശേഖരിക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. സെൻസസ് കണക്കെടുപ്പിൽ വീട്, കുടുംബം എന്നിവ നിർണ്ണയിക്കുന്നതിനും അവയുടെ നമ്പറുകൾ രേഖപ്പെടുത്തുന്നതിനും കൃത്യമായിട്ടുള്ള ചില നിയമങ്ങൾ വച്ചിട്ടുണ്ട്. പൊതുവായ ഒരു മുറ്റത്ത് നിന്നോ ഗോവണിപ്പടിയിൽ നിന്നോ നേരിട്ട് പ്രവേശിക്കാൻ പ്രത്യേകമായൊരു പ്രധാന കവാടമുള്ള കെട്ടിടത്തെയോ കെട്ടിടത്തിന്റെ ഭാഗത്തെയോ ആണ് സെൻസസിൽ വീട് എന്ന് വിളിക്കുന്നത്. ഇതൊരു പ്രത്യേക സ്വതന്ത്ര യൂണിറ്റായി ഉപയോഗിക്കുന്നതായിരിക്കണം എന്നാണ് പറയുന്നത്. സെൻസസ് പ്രകാരം കുടുംബം എന്നാൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരേ അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കാം. ഒരു സെൻസസ് വീട്ടിനുള്ളിൽ ഇത്തരത്തിൽ ഒരൊറ്റ കുടുംബം മാത്രമേ താമസിക്കുന്നുള്ളൂ എങ്കിൽ ആ കുടുംബത്തിൻ്റെ നമ്പർ 1 ആയിരിക്കും. എന്നാൽ ഒരേ സെൻസസ് വീട്ടിനുള്ളിൽ തന്നെ ഒന്നിലധികം കുടുംബങ്ങൾ വെവ്വേറെ അടുക്കളകളോടെ സ്വതന്ത്രമായി താമസിക്കുന്നെങ്കിൽ അവർക്ക് 1, 2 എന്നിങ്ങനെ പ്രത്യേക കുടുംബ നമ്പറുകൾ നൽകിയാണ് കണക്കാക്കുന്നത്.
വാടക വീടുകളിലോ സർക്കാർ ക്വാർട്ടേഴ്സുകളിലോ താമസിക്കുന്നവർക്ക് സ്വന്തമായി മറ്റ് എവിടെയെങ്കിലും വീടുകൾ ഉണ്ടെങ്കിൽ പോലും നിലവിൽ അവർ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് സെൻസസിൽ രേഖപ്പെടുത്തേണ്ടത് എന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളവർക്ക് വാടകയ്ക്ക് താമസിക്കുന്നു എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. വീട്ടിൽ സ്ഥിരമായി ഒന്നിച്ച് താമസിക്കുന്ന ഭാര്യ, ഭർത്താവ് എന്നിവരെയാണ് വിവാഹിതരായ ദമ്പതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ ജോലി ആവശ്യങ്ങൾക്കോ മറ്റ് സ്ഥിരമായി വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെയാണ് താമസിക്കുന്നതെങ്കിൽ, ക്ലിയർ ആയി പറഞ്ഞാൽ വർഷത്തിൽ ഭൂരിഭാഗം സമയം പുറത്താണ് എന്നുണ്ടെങ്കിൽ അവരെ വീട്ടിലെ സ്ഥിര താമസക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തില്ല. എന്നാൽ താൽക്കാലിക ആവശ്യങ്ങൾക്കായി മാത്രം മാറി നിൽക്കുന്നവരെ കുടുംബാംഗങ്ങളായി തന്നെ പരിഗണിക്കുകയും ചെയ്യും. ലിവിംഗ് ടുഗദർ പങ്കാളികളെയും സെൻസസ് കണക്കെടുപ്പിൽ വിവാഹിതരായ ദമ്പതികളായി തന്നെയാണ് പരിഗണിക്കുക എന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസിൽ പൊതുജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷിതത്വത്തിന് അതീവ പ്രാധാന്യം തന്നെ നൽകിയിട്ടുണ്ട്. ഇതിനായി വികസിപ്പിച്ചെടുത്ത ഡിജിറ്റൽ സെൻസസ് പോർട്ടലിലെ വിവരങ്ങൾ അതീവ സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. വിവരങ്ങൾ സുരക്ഷിതത്വമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത്, അനധികൃതമായി ആരും വിവരങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കാൻ പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്നതിനായി മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ ഉപയോഗിച്ചിട്ട് OTP വെരിഫിക്കേഷൻ സംവിധാനം ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവ നേരിട്ട് മൊബൈൽ ആപ്പിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമായിരിക്കും. സെൻസസ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിയമപരമായി നിർമ്മിച്ചിട്ടുള്ള പ്രത്യേക ഡേറ്റ വെരിഫിക്കേഷൻ പോർട്ടലിലൂടെ മാത്രമായിരിക്കും. ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ സുരക്ഷിതത്വം പൂർണ്ണമായി ഉറപ്പാക്കുന്നതിനായി കൊച്ചി കോർപ്പറേഷനിലെ ഏതാനും വാർഡുകൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 10 മുതൽ 30 വരെ വാർഡുകളിൽ ഡിജിറ്റൽ സെൻസസ് പൈലറ്റ് പരീക്ഷണം ഇതിനോടകം തന്നെ നടത്തിയിട്ടുള്ളതാണ്. ഈ പരീക്ഷണങ്ങൾ കണ്ടെത്തിയ എല്ലാ തരത്തിലുള്ള പോരായ്മകളും പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടാണ് നിലവിൽ സുരക്ഷിതമായ സംവിധാനം സജ്ജമാക്കിയിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഈ ഒരു ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസിൻ്റെ വിവിധ ഘട്ടങ്ങളും അവ നടക്കുന്ന തീയതികളും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊന്ന് ഓടിച്ചു പറയാം. ഒന്നാം ഘട്ടം സെൽഫ് എന്യൂമറേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു. ജൂൺ 16 രാവിലെ 10 മണിക്ക് ഔദ്യോഗിക വെബ് പോർട്ടൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. അപ്പോൾ ജൂൺ 30 വരെയാണ് ഓൺലൈൻ വഴി പൊതുജനങ്ങൾക്ക് സ്വന്തമായി തങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് എന്യൂമറേറ്റർമാരുടെ നേരിട്ടുള്ള ഗൃഹസന്ദർശനമാണ്. ഓൺലൈൻ വഴി സ്വയം വിവരങ്ങൾ സമർപ്പിക്കാൻ കഴിയാത്തവരുടെയോ വിവരങ്ങൾ വിട്ടുപോയവരുടെയോ വീടുകളിൽ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ജൂലൈ 1 മുതൽ സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ടെത്തും. മൂന്നാം ഘട്ടം പ്രധാന സെൻസസ് കണക്കെടുപ്പാണ്. 2027 ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലായിരിക്കും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസസ് കണക്കെടുപ്പ് നടക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി നടക്കാൻ പോകുന്ന ഈ ഒരു ഡിജിറ്റൽ സെൻസസിൻ്റെ ഗൗരവവും പ്രാധാന്യവും ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ രീതിയിൽ മനസ്സിലാക്കി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജൂൺ 16 ആരംഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കണമെന്നും നമ്മൾ വരുത്താൻ പാടില്ലാത്ത തെറ്റുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ വളരെ കൃത്യമായി വേഗത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഒരു അറിവ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സെൻസസുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഫാമിലി സർക്കിളിലേക്കും ഇപ്പോൾ തന്നെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾ വളരെ കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി എൻ്റെ മൈ സയൻസ് ഗാരേജ് എന്നുള്ള ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർമ്മിക്കുന്ന വീഡിയോ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് വാക്ക് നൽകുന്നു. Until then, this is Liju signing off.